നമ്മളെ ചേട്ടാന്ന് വിളിച്ച് സംസാരിക്കുന്ന ഒരാൾ, എന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ഇന്നലകളിൽ സംസാരിച്ചിട്ടുള്ള ഒരാൾ പെട്ടെന്ന് വിളിച്ചിട്ട് നീ കണ്ടോടാ അഖിലേ, ഞാൻ പൈസ കൊടുക്കുന്നത് നീ കണ്ടോടാ എന്നും പറഞ്ഞ് സംസാരിച്ചപ്പോൾ റിപ്പീറ്റ് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നീ എന്നെയാണോ വിളിച്ചത് അതോ ഇനി നമ്പർ മാറി അച്ഛൻ്റെ ഫോണിലോട്ടാണോ വിളിച്ചതെന്ന് ചോദിച്ചതാണ്. നമ്മളെപ്പോഴും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളെ പുച്ഛിക്കാൻ പാടില്ല. അപ്പം ബിഗ് ബോസ് ഓഡിയൻസിനെ പുച്ഛിച്ചത് തൊപ്പിയാണ്. ഇപ്പോൾ തൊപ്പി എന്നോട് ചോദിച്ചു, അല്ലെങ്കിൽ എനിക്ക് കുറേ ട്രോള് കിട്ടിയെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഞാൻ തൊപ്പി ജിൻഡോ ഞാൻ വിളിച്ച സമയത്ത് തെളിവ് എന്ത് ചെയ്ത് തൊപ്പി എന്നോട് ചോദിച്ചു. ഇതിനെന്താ തെളിവ്? ഇതിന് തെളിവൊന്നുമില്ല. ഇത് തെളിവ് വെച്ചിട്ട് സംസാരിക്കുന്ന കാര്യമല്ല. ഇപ്പോൾ അനുമോൾ 16 ലക്ഷം കൊടുത്തെന്ന് പറയുന്നത് കേരളത്തിൽ ആരുടെയെങ്കിലും കയ്യിൽ തെളിവുണ്ടോ? തൊപ്പിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഞാൻ തൊപ്പി പൈസ മേടിച്ചിട്ടാണ് ജിൻഡോയ്ക്ക് വോട്ട് ചെയ്തതെന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. നിനക്ക് എന്നോട് ഏത് വിഷയത്തിൽ സംസാരിക്കാൻ പറ്റുമെന്ന് നീ പറയുന്നത്? നീ ഈ കിടന്ന് കാണിക്കുന്ന രീതിയിലുള്ള വിഷയങ്ങളാണോ ഞാൻ ഈ സംസാരിക്കുന്നത്? അപ്പോൾ ഉടനെ ഏത് വിഷയത്തിൽ ഞാൻ സംസാരിക്കാതെ അപ്പോൾ ഞാൻ കളിയാക്കി കൊണ്ട് പറയുന്നത്, എന്നാ പിന്നെ നീ റഷ്യ വിപ്ലവം സംസാരിക്കാം. പക്ഷേ ഈ സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞത് വന്നത് ആ രീതിക്കായിരുന്നു. ഞാൻ കളി പിന്നെ അല്ലാതെ ഇത് മറ്റേ പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം മിണ്ടരുതിന് ശേഷം ഇനി ഭരിക്കാൻ പോകുന്നത് റഷ്യൻ വിപ്ലവത്തെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. ഇന്നലെ രാത്രിയിൽ അവൻ തന്നെ വന്നിട്ട് എന്ത് വിധി ഇത് വല്ലാത്ത ചതി, അത് അവൻ തന്നെ യൂട്യൂബിലിട്ട് കേൾപ്പിച്ചിട്ട് എനിക്ക് രാത്രിയിൽ മെസ്സേജ് വെച്ചു. അപ്പം ഭയങ്കര നന്മയുള്ളവരാണ്, അതാണ് എൻ്റെ സത്യം. വിനു തൊപ്പിയെയും കൊണ്ട് ജിൻഡോയെയും കൊണ്ട് തൊപ്പിയെടുത്ത് പോയിട്ടുള്ള ഒരാളാണ്, ജിൻഡോയുടെ PR ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ പറയുന്ന ഒരാളെ വാക്കിന് നമ്മളവിടെ വില കൊടുത്തത് കൊണ്ടാണ് അങ്ങനെ വോട്ട് ചോദിച്ചത്. തൊപ്പിക്ക് മറ്റൊരു ലക്ഷ്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. തൊപ്പിയുടെ അവിടുത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ബിഗ് ബോസ് വിന്നറെ എക്സ്ക്ലൂസീവായിട്ട് തൊപ്പിയുടെ ലൈവിൽ കൊണ്ടുവരുമ്പോൾ തൊപ്പിക്കും റൂട്ടർ പ്ലാറ്റ്ഫോമും തമ്മിലുണ്ടാക്കിയ കോൺട്രാക്ട് അവർ ഈ പറഞ്ഞ 8 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് വിളിച്ചുകൊണ്ട് വന്നിരുത്തി ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഇവർക്കുള്ള റിട്ടേൺ എന്താണ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ ഒരു വർഷം എത്ര രൂപ ഇൻകം ടാക്സ് അടയ്ക്കണം? തൊപ്പി വലിയ മണ്ടത്തരം കാണിച്ചതാണ്. 2 ദിവസം ബിഗ് ബോസ് കാണാത്ത തൊപ്പി, അക്ബറിനെ അറിയത്തില്ലെന്ന് തൊപ്പി അക്ബറിന്റെ തന്നെ സ്വാഭാവികമായിട്ടും ബിഗ് ബോസിലുള്ള അക്ബറിനെ പോലൊരു മത്സരാർത്ഥിയെ തൊപ്പിക്ക് അറിയത്തില്ല. പക്ഷെ അവസാന സമയത്ത് വന്നിട്ട് അനീഷിന് വോട്ട് പിടിക്കുമ്പോൾ അത് ഒരു ശരിയായ രീതിയല്ല. കാര്യം ബിഗ് ബോസ് നടക്കുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെയാണ്. അപ്പൊ അതിനെ അട്ടിമറിക്കുന്നത് പോലെ ആയിപ്പോ. എന്റെ കേരളം, എന്റെ റിട്ടയർമെന്റ്, പാലക്കാട്ടിലെ അനന്ത ലിവിങ്ങിനൊപ്പം 100 ദിവസത്തെ ആവേശ പോരാട്ടത്തിനൊടുവിൽ ബിഗ് ബോസ് സീസൺ 7 അതിൻ്റെ ടൈറ്റിൽ വിന്നറിനെ പേര് ചേർത്ത് വെച്ചിരിക്കുന്നു. പക്ഷേ ഫിനാലയുടെ ആവേശ പോരാട്ടത്തിനൊപ്പം തന്നെ ഇപ്പോഴും ചർച്ചയാവുന്നൊരു വിന്നറുണ്ട്. സോ വിശേഷമായിട്ട് കൂടിയുള്ളത് സീസൺ 5 വിന്നർ കൂടിയായിട്ടുള്ള അഖിൽ മാരാർ. നമസ്കാരം. സീസൺ 5 കഴിഞ്ഞ് 7 ആയി. സ്റ്റിൽ താങ്കളിപ്പോഴും പോർമുഖത്തുണ്ട്, ചർച്ചകൾ സജീവമാണ്. പക്ഷേ ഇപ്രാവശ്യം പതിൽ വിപരീതമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ഇതുവരെ സീസൺ നടന്ന കഴിഞ്ഞ സീസണിലാണെങ്കിൽ പോലും ഏതെങ്കിലും ഒരു മത്സരാർത്ഥിക്ക് വേണ്ടി സംസാരിക്കുകയോ സീസൺ 7 100 ദിവസത്തേക്ക് എത്തുന്ന സമയത്ത് വരെയോ ഒരു മത്സരാർത്ഥിക്ക് വേണ്ടിയോ സംസാരിക്കുകയോ കണ്ടിട്ടില്ല. ഈ അവസാന നിമിഷത്തെ ഫൈനൽ ലാപ്പ് ട്രാക്കിൽ എവിടെയാണ് താങ്കളൊരു മത്സരാർത്ഥി സപ്പോർട്ടറായിട്ട് വന്ന് കയറിപ്പെട്ടത്? ഞാൻ കഴിഞ്ഞ സീസൺ ഞാൻ കണ്ടിരുന്നതേ ഇല്ല. എനിക്ക് കഴിഞ്ഞ സീസണിലെ കണ്ടന്റുകൾ എനിക്ക് ഒട്ടും വർക്കായിരുന്നില്ല. ഈ സീസൺ കാണാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, ഈ പനിയുണ്ട് രോഹൻ, ശബ്ദത്തിൽ ചെറിയ തുടക്കം മുതൽ നമ്മളെ മൃദുലാണ് ഡയറക്റ്റ് ചെയ്തത്. ആ പ്രൊമോ മുതൽ ബിഗ് ബോസ് എന്തോ ഒരു പുതിയൊരു സംഭവം നമുക്ക് തരാൻ പോകുന്നു എന്നൊരു ഫീല് നമുക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ്റെ ഒരു ഇമ്പാക്റ്റൊക്കെ ഭയങ്കര വലുതായിരുന്നു പ്രൊമോയിലൊക്കെ തന്നെ. അപ്പം എനിക്ക് ഈ സീസൺ ഇപ്രാവശ്യം ഒന്ന് കാണണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ സീസൺ ഇത്ര കാണാൻ തീരുമാനിച്ചത്. ഞാൻ പണ്ട് പറഞ്ഞാണെങ്കിൽ എനിക്ക് പൊതുവേ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സംഭവം കാണാൻ എനിക്ക് അങ്ങനെ താല്പര്യം തോന്നുന്ന ഒരു ഷോ ആയിരുന്നില്ലല്ലോ. ഞാൻ പോകുന്നതിന് മുൻപേ ആയാലും ഇവൻ നമ്മുടെ എപ്പിസോഡുകളൊന്നും അധികം അങ്ങനെ ഇരുന്ന് കണ്ടിട്ടില്ല. വല്ല റിമൈൻഡേഴ്സൊക്കെ വരുന്ന സമയത്തൊരു നൊസ്റ്റാൾജിയൊക്കെ ഇരുന്ന് കാണുന്നതാണ്. അങ്ങനെ അധികം ആസ്വദിക്കാൻ തോന്നാറില്ല. പക്ഷേ ഇപ്രാവശ്യം ഞാനിരുന്നു ഇങ്ങനെ കണ്ടു. അപ്പം കണ്ടപ്പോഴാണ് എനിക്കിതിനകത്ത് എങ്ങനെയാണ് പ്രേക്ഷകരും മത്സരാർത്ഥികളും തമ്മിൽ ഒരു ഇമോഷണൽ ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, എന്തടിസ്ഥാനത്തിലാണ് പ്രേക്ഷകർ ഒരു മത്സരാർത്ഥിക്ക് വോട്ട് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ പുറമേ നിന്ന് പല ആൾക്കാരും പ്രീ ജഡ്ജ് ചെയ്ത് വെച്ചിട്ട് അകത്തേക്ക് പോവുകയും പോകുന്ന പല ആൾക്കാർക്കും പാളിച്ചകൾ പറ്റുകയും ചെയ്യുന്നത്. പ്രേക്ഷകരുമായിട്ടൊരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാൻ ഇവർക്ക് കഴിയാതെ പോകുന്നത്. അപ്പോൾ അവിടെ ഒരു മിടുക്കനല്ല ജയിക്കുന്നത്. അവിടെ ഒരു മണ്ടൻ ജയിച്ചേക്കാം, മിടുക്കനും ജയിച്ചേക്കാം, അല്ലെങ്കിൽ ഒരു പാവം ജയിച്ചേക്കാം, ഒരു ഭയങ്കരം ജയിച്ചേക്കാം. ഇതൊക്കെ വളരെ, അതായത് നമ്മളെ വ്യത്യസ്ത ഇമോഷൻസ് നമ്മളവിടെ പങ്കുവെക്കുന്ന സമയത്ത് പ്രേക്ഷകർക്ക് ഒരു തോന്നലുണ്ട്. അതിലാണ് മത്സരാർത്ഥികൾ ആരാനും ജയിക്കുന്നത്. ഞാനിത് ഒരു 50 ദിവസങ്ങൾക്കൊക്കെ ശേഷം ചെറിയ രീതിയിൽ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇൻ്റർവ്യൂവിൽ രോഹനാണ് എന്നെ ഈ കുഴി കൊണ്ട് ചാടിച്ചത് ആദ്യം. ഈ കുറേ ടൈറ്റിൽ ചോദ്യങ്ങൾ ചോദിച്ചല്ലോ, ബിഗ് ബോസിൽ ഓരോരുത്തരെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചല്ലോ. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും മറുപടി പറഞ്ഞു. അത് കുറച്ച് മത്സരാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. കാര്യം അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് കണ്ടന്റ് വേണം. ഇപ്പോൾ ഇതിൽ തന്നെ മാരാർ ലൈവിൽ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് അനീഷിന് അനുകൂലമായിട്ടൊരു സാഹചര്യത്തിനെ തൊപ്പി വന്ന്
അത് അനുമോൾക്ക് അനുകൂലമായിരുന്ന രീതിയിലേക്ക് മാറ്റി, അത് പ്രതികൂല സാഹചര്യത്തെ അനുകൂലമാക്കി മാറ്റി. അനീഷിന് അതുവരെയായിരുന്നു സാധ്യത എന്നുള്ള സാധനം. എന്താ ശരിക്കും അതിൻ്റെ അടിസ്ഥാനം? കുറച്ച് സർക്കാസ്റ്റിക്കലി പറഞ്ഞതാണ്, പക്ഷെ അതിനകത്തൊരു യാഥാർത്ഥ്യമുണ്ട്. ഈ നമ്മളെപ്പോഴും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളെ പുച്ഛിക്കാൻ പാടില്ല. അപ്പം ബിഗ് ബോസ് ഓഡിയൻസിനെ പുച്ഛിച്ചത് തൊപ്പിയാണ്. അപ്പോൾ തൊപ്പി വന്നിട്ട് വേറൊരു കാറ്റഗറിയിൽ നിന്നൊരു ആൾക്കാരെ വെച്ച് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ആഹ്വാനം നടത്തുമ്പോൾ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകൻ എന്താ തോന്നുന്നത്? ഞങ്ങളൊക്കെ ഉണ്ടാക്കന്മാരാണോ? അന്നേരം അയാൾ ആർക്ക് വേണ്ടിയിട്ടാണ് വോട്ട് പിടിക്കുന്നത്? അനീഷിന് വേണ്ടിയിട്ടാണ് വോട്ട് പിടിക്കുന്നത്. അപ്പം ബിഗ് ബോസ് കാണുന്ന ഒരു ഓഡിയൻസ് വിചാരിക്കും, എടാ ഞങ്ങൾ ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ തീരുമാനിക്കും ഇതിൽ ആര് ജയിക്കണോ ആര് തോക്കണോ എന്ന്. എങ്കിൽ പിന്നെ നീ ഒന്ന് അനീഷിനെ ജയിപ്പിക്കും. അനീഷിന് ചിലപ്പം തലേ ദിവസം വരെ വോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരുത്തൻ ചിലപ്പോൾ നാളെ തൊട്ട് അനുമോൾക്ക് വോട്ട് കൊടുത്തേക്കാൻ തീരുമാനിക്കും. അവിടെയാണ് ഈ ഇപ്പം അത് നമ്മൾ പണം ഇറക്കി തിരഞ്ഞെടുപ്പ് ജയിക്കാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നൊരു സാധനം. ഇപ്പം അനുമോൾ തുടക്കം തൊട്ടേ കേൾക്കുന്ന ആരോപണമാണ് 16 ലക്ഷം. ഇതാർക്ക്? ഇപ്പം തൊപ്പി എന്നോട് ചോദിച്ചു, അല്ലെങ്കിൽ എനിക്ക് കുറേ ട്രോള് കിട്ടിയെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഞാൻ തൊപ്പി ജിൻഡോയെ അനുകൂലിച്ച സമയത്ത് തെളിവ് എന്തിയെന്ന് തൊപ്പി എന്നോട് ചോദിച്ചു. ഇതിന് എന്താ തെളിവ്? ഇതിന് തെളിവൊന്നുമില്ല. ഇത് തെളിവ് വെച്ചിട്ട് സംസാരിക്കുന്ന കാര്യമല്ല. ഇപ്പോൾ അനുമോൾ 16 ലക്ഷം കൊടുത്തെന്ന് പറയുന്നത് കേരളത്തിൽ ആരുടെയെങ്കിലും കയ്യിൽ തെളിവുണ്ടോ? 16 ലക്ഷം രൂപ കള്ളപ്പണമായിട്ടാണോ കൊടുക്കുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 പേർക്കെതിരെയും കേസെടുക്കണം. വിനുവിനെതിരെ എടുക്കണം, കൊടുത്ത അനുവിനെതിരെ എടുക്കണം. അക്കൗണ്ട് വഴിയാണ് കൊടുത്തത്. അത്രയും കൊടുക്കാനുള്ള ശേഷി അനുമോൾക്കുണ്ടെങ്കിൽ 16 ലക്ഷം രൂപ കൊടുക്കണമെങ്കിൽ കടം പേടിച്ചാണ് കൊടുത്തത്. അല്ലെങ്കിൽ 16 ലക്ഷം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കണം. 24 ലക്ഷം രൂപ ഒരു വാർഷിക വരുമാനമുള്ള ഒരാൾക്ക് ഏതാണ്ട് 4.5 ലക്ഷം രൂപ ഒരു വർഷം ടാക്സ് അടയ്ക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ ടാക്സ് പേയിങ് ആണോ ഇവർ ചെയ്യുന്നത്? അപ്പോൾ ഇതൊക്കെ വളരെ ഈസിലി നമുക്ക് പ്രൂവ് ചെയ്തുകൊണ്ട് വരാൻ പറ്റും. അപ്പോൾ അതല്ല എന്നും മറിച്ച് എല്ലാവരും കൊടുത്തതുപോലെ ഒരു ചെറിയ എമൗണ്ടിന് ഒരു PR കൊടുത്തിട്ടുണ്ട്. ജയിച്ചു കഴിഞ്ഞ് വന്നാൽ സ്വാഭാവികമാണല്ലോ അത്. നമ്മൾക്ക് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യൂ, ഞാൻ ജയിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ അഡീഷണൽ ചെയ്യാം എന്നൊരു ഓഫറും കൊടുത്തിട്ടുണ്ടാവും. അപ്പം ഇല്ലാത്തൊരു ആരോപണം ഒരു മത്സരാർത്ഥിയുടെ തലയിലേക്ക് വെച്ച് കെട്ടി എല്ലാ വീക്കിലും ആ മത്സരാർത്ഥിക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജനത്തെ കുറേ പേർ ചേർന്ന് വിഡ്ഢിയാക്കി കഴിഞ്ഞാൽ ഈ വോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ദേഷ്യം വരത്തില്ലേ? അനീഷിന് വോട്ട് ചെയ്യുന്നവരുണ്ട്, ഷാനവാസിന് വോട്ട് ചെയ്യുന്നവരുണ്ട്, അതുപോലെ അനുമോൾക്ക് വോട്ട് ചെയ്യുന്നവരുണ്ട് എന്നുള്ളതാണല്ലോ നമ്മൾ ഗ്രാഫിൽ കാണുന്നത്. പക്ഷേ ഇതിൽ തൊപ്പി പറയുന്നുണ്ട്, ഞാനിതിൽ എൻ്റർ ചെയ്യുന്നത് അഖിൽമാരാർ എന്നെ കുറിച്ച് സംസാരിച്ചപ്പോഴാണെന്നുള്ളത്. അല്ലല്ല, അത് നേരെ അതായത് ഒന്നുകൊണ്ടാണ് ഞാൻ അപ്പോൾ എപ്പോഴാണ് ശരിക്കും എന്നുള്ള രീതിയിലേക്ക് തൊപ്പി ഓൾറെഡി പൈസ വാങ്ങി പ്രൊമോഷൻ ചെയ്തു, അല്ലെങ്കിൽ ഷോയ്ക്ക് വന്നിരുന്നത് ഇത്ര എമൗണ്ട് വാങ്ങിയിട്ടാണ് എന്നുള്ള രീതിയിലേക്കുള്ള ഡയലോഗ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മോശേട്ടനെ കിട്ടിയതിന് ശേഷം 11 മണിക്ക് ശേഷം കോൾ വന്നുള്ള വിവാദം ഉണ്ടാവുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ പനി ആയതുകൊണ്ട് പൊതുവേ ഞാൻ രാത്രിയിലൊരു 11 മണിക്ക് ശേഷം വരുന്ന ഫോൺ ഇപ്പം കുറേ നാളുകൊണ്ട് അങ്ങനെ എടുക്കാറില്ല. അപ്പോൾ പക്ഷേ ഈ പനിയാണെന്ന് ചോദിക്കുന്നുണ്ട്. ആക്ച്വലി എനിക്ക് ഈ ലൈവിൽ വന്നിരുന്ന് സംസാരിക്കാൻ പനിയൊന്നുമില്ലേ എന്നുള്ള സാധനം ചോദിക്കുന്നത്. ലൈവ് ഞാൻ തലേന്നിട്ട വീഡിയോയ്ക്കാണ് ഇവനീ പറയുന്നത്. അപ്പം അല്ലെങ്കിൽ തന്നെ ഞാനിപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ട്. വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ 5 മണിക്കോ 6 മണിക്കോ വീഡിയോ ഇടുന്ന പോലെ അല്ലല്ലോ രാത്രി 11 മണിക്ക് ഉറങ്ങാൻ കിടക്കുന്നത് നമ്മൾ വീഡിയോ എടുക്കുന്നു, സംസാരിക്കുന്നത് ഒരാളടുത്ത്. എനിക്കിവൻ ലൈവിലാണ് എൻ്റെ വോയിസ് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കാരണം എൻ്റെ ലൈഫിൽ തൊപ്പിയുടേതെന്നല്ല ഒരു സ്ട്രീമിങ്ങും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ തൊപ്പി അപ്പോൾ പറയുന്നുണ്ട് ഓൾറെഡി നിന്നും ഇപ്പോൾ അഖിൽമാരാർ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അറിയാമെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആക്ച്വലി ലൈവ് കണ്ടിരുന്നോ? ഇല്ല, ഞാനതാ പറഞ്ഞത്, എൻ്റെ ലൈഫിൽ ഞാൻ തൊപ്പിയുടേന്നല്ല ഒരാളുടെയും ലൈവ് സ്ട്രീമിങ് ഞാനിതൊന്നും, കാരണം എനിക്കിതുകൊണ്ട് ഒരു പ്രയോജനമില്ല രോഹൻ. ഞാനിപ്പം ഇപ്പം നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് ക്രിക്കറ്റ് ടീമോട്ട് ഞാൻ കളിച്ചു. അതിൽ 1.3 മില്യനും 1.5 മില്യനും ഫോളോവേഴ്സ് ഉള്ള പലരും എന്നോട് വന്ന് സംസാരിച്ചതിൽ മാഡ്ലി എന്താന്ന് എമ്മി എന്ന് പറയുന്ന ഒരു പേജ് 1.3 മില്യൺ ഫോളോവേഴ്സ് ഉള്ളതാണ്. അപ്പം എനിക്ക് അവനെ കണ്ടപ്പോൾ ജുനൈസിനെ പോലെ തോന്നി. അപ്പോൾ അവൻ എന്നോട് അഖിലേട്ടനെ ഭയങ്കരമായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച സമയത്ത് എൻ്റെ ലൈഫിൽ അവൻ്റെ ഒരു കണ്ടന്റ് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു 70% ഈ പറയുന്ന ലെവൽ ഓഫ് ഓഡിയൻസിനെ ഞാൻ കണ്ടിട്ടില്ല. ഈഗിള് അവിടെ നിന്ന് ആരോടൊക്കെ ഈഗിളിൻ്റെ കൂടെ വന്ന് ഫോട്ടോ എടുത്തപ്പോൾ ഉണ്ണിമൂന്നൻ എന്നോട് ചോദിക്കുന്നുണ്ട് ഇതാരാ ഇതൊക്കെയെന്ന്. അത് ആരുടെയും കുഴപ്പമല്ലത്. ഇപ്പം നമ്മളെ കൂട്ടുന്ന നമ്മൾ എപ്പോഴും നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഫീഡുകളും കണ്ട് മറ്റൊന്നും കണ്ടു പോകുന്ന ആൾക്കാർക്കല്ലേ ഇവരെക്കുറിച്ച് അറിയത്തുള്ളൂ. ഞാൻ പറഞ്ഞത് അവർ ചെറുതെന്നോ നമ്മൾ വലുതെന്നോ എന്ന അർത്ഥത്തിലല്ല പറയുന്നത് കേട്ടോ. ഇപ്പോൾ എന്നെ അറിഞ്ഞുകൂടാത്ത എത്രയോ ആൾക്കാരുണ്ട്. കാരണം ബിഗ് ബോസ് കാണാത്തൊരു ഓഡിയൻസ്, പിന്നെ കുറച്ച് പേർക്ക് അറിയാവുന്ന ഞാൻ സോഷ്യലി ഉള്ള വിഷയങ്ങളോട് സംസാരിക്കുന്നതുകൊണ്ടാണ്, സമകാലീന വിഷയങ്ങൾ സംസാരിക്കുന്നതുകൊണ്ട് ഈ വ്യത്യസ്തം ഇപ്പം ക്രിക്കറ്റിലായാലും രാഷ്ട്രീയത്തിലായാലും അങ്ങനെ പലവിധ മേഖലകളിലൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ചുകൂടി ഓഡിയൻസിന് എന്നെ അറിയാമെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നമ്മളെ ഒരാൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞൊരു തെറ്റൊന്നുമല്ല. പക്ഷെ ഞാൻ വ്യക്തിപരമായിട്ട് പറയുന്നത്, അതുകൊണ്ട് തൊപ്പിയെ എൻ്റെ ലൈഫിൽ തൊപ്പി എന്ന് കേട്ടിട്ടുള്ളതല്ലാതെ, ഈ മലപ്പുറത്ത് എന്തോ ഒരു പ്രശ്നം വന്ന സമയത്ത് കേട്ടിട്ടുള്ളതല്ലാതെ, തൊപ്പി എന്നെ ആദ്യമായിട്ട് 2 വർഷം മുമ്പ് വിളിക്കുമ്പോഴും ഒരു വൈറലായൊരു പയ്യൻ
അവൻ ആ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ സ്വാധീനമുള്ള ഒരു ചെറുപ്പക്കാരൻ. ഇതിനപ്പുറത്തേക്കൊന്നുമില്ല. പലരും പക്ഷേ അൽമാൻ വിന്നർ ആയതിനു ശേഷം തൊപ്പി സംസാരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്നെ വിളിച്ചു. ഉണ്ട്. അപ്പോൾ പരിചയമില്ല, അപ്പോൾ പക്ഷെ മുമ്പ് കണ്ടിട്ടില്ല. അല്ല, അതാ എന്നെ വിളിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു. ഇൻസ്റ്റാഗ്രാമിൽ അവൻ മെസ്സേജ് അയച്ചിട്ട് ഞാനപ്പോൾ നമ്പർ കൊടുത്തു. അപ്പം സ്വാഭാവികമായിട്ട് ഇവർ അവരുടേതായ യൂണിവേഴ്സിൽ വലിയ ആരാധകരുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ ഞാൻ നമ്പർ കൊടുത്തു. മസ്കറ്റിൽ നിൽക്കുന്ന സമയത്താണ് എന്നെ വിളിക്കുന്നത്. അപ്പം ഞാൻ റോമിങ്ങിലാണ്. എന്നിട്ട് ഞാൻ ഫോൺ എടുത്തു. കാര്യം അവൻ സ്പോട്ടിൽ നമ്പർ കൊടുത്തോണ്ട് അവൻ വിളിച്ചോണ്ട് എനിക്ക് അവനാണെന്നറിയാം. അവൻ ആക്ച്വലി ആ സമയത്തും സ്ട്രീമിങ്ങിലാണ് വിളിക്കുന്നത്. അത് ഞാനതൊന്നും എനിക്കറിയില്ല. പിന്നെ ആരോ എനിക്ക് അതിൻ്റെ കണ്ടന്റ് ഒക്കെ എടുത്ത് അയച്ചു. അപ്പോൾ അവൻ വലിയ സന്തോഷത്തിൽ ഞാനപ്പം എന്താ നിൻ്റെ പേര്, അപ്പം നിഹാദ് എന്ന് പറയുന്നു, തൊപ്പിയല്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അയ്യോ ചേട്ടൻ എന്നെ അറിയാമോ, ഭയങ്കര സന്തോഷത്തോടെ സംസാരിച്ചു. എനിക്ക് അവരെ ഭയങ്കര നന്മയുള്ള ഒരു കാറ്റഗറി പെടുന്ന ആൾക്കാരായിട്ടാണ് എനിക്ക് വിക്കി തെഗ്. എനിക്ക് വിക്കിയെ ഭയങ്കര ഇഷ്ടമാണ്. വിക്കിയുടെ വീഡിയോ വളരെ കുറച്ചൊക്കെ ഞാനിരുന്ന് കാണും. റിയാക്ഷൻസ് ഭയങ്കര എന്താ പറയുക, രസമുള്ള രീതിയിലാണ് അവൻ പ്രസൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ കാണുന്നതിൽ ഒരാളാണ് വിക്കി തെങ്ങിൻ്റെ വീഡിയോസ്. അപ്പോൾ അത് വിക്കിയോട് ഞാനത് പേഴ്സണലി ഒരിക്കൽ മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ ഭയങ്കര സന്തോഷമായ കാര്യം പറഞ്ഞാൽ അവൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അവരെയൊക്കെ നമുക്കെതിരെ പറയും. അതൊന്നും എനിക്ക് പ്രശ്നമേ അല്ല. അതെനിക്ക് തൊപ്പി അവരെതിരെ പറയും, നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല. തൊപ്പി എനിക്ക് ഇന്നലെ രാത്രി മെസ്സേജ് അയച്ചു, മാപ്പ് സോറി പറഞ്ഞിട്ട്. അപ്പം അതൊക്കെ ആ നിമിഷത്തെ പറച്ചിലുകളാണ്. ഇതിനകത്തൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ തൊപ്പിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഞാൻ തൊപ്പി പൈസ മേടിച്ചിട്ടാണ് ജിൻഡോയ്ക്ക് വോട്ട് ചെയ്തതെന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. അത് തൊപ്പി എന്നോട് ചോദിക്കുമ്പോഴും ഞാൻ ചോദിക്കുന്നുണ്ട്, ഇടാ ഞാൻ അങ്ങനെ പറഞ്ഞോ. ആക്ച്വലി ഇപ്പം വിനു എന്നോട് ഈ വിഷയം പറഞ്ഞപ്പോൾ ഞാൻ ഇതിനകത്ത് ഇടപെടാനുള്ള കാരണം, ഞാൻ മാറ്ററിൽ എന്താ പ്രധാനമായിട്ട് സംസാരിക്കുന്നത്, ഒരു വിഭാഗം ആൾക്കാർ ചേർന്ന് അനുമോളെ പി ആർ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നു. അപ്പോൾ അനുമോൾക്ക് മാത്രമല്ല പി ആർ, വേറൊരു യൂണിവേഴ്സിൽ നിന്ന് ഒരാൾ വന്ന് അനീഷിന് വോട്ട് ചോദിക്കുന്നുണ്ട്. അനീഷിനും പി ആർ ഉണ്ട്, അനുമോൾക്കും പി ആർ ഉണ്ട്, ഷാനവാസിനും പി ആർ ഉണ്ട്. നിങ്ങൾ ആരോപണം ഇങ്ങനെ ചുരുക്കണ്ട എന്നതാണ് ഞാൻ പൊതുസമൂഹത്തോട് പറയുന്നത്. അവിടെയും ആർക്കും വോട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല. നല്ല മത്സരാർത്ഥികൾ ജയിച്ചു വരട്ടെ എന്നേ ഞാൻ പറയുന്നുള്ളൂ. പെട്ടെന്ന് രാത്രി തൊപ്പി ലൈവ് ഇടുന്നു, എന്നെ വിളിക്കുന്നു, എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. അവൻ പക്ഷേ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ നമ്മളെ അതുവരെ ഇപ്പോൾ നമുക്കൊരു വിഷമം വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളെ പേര് വിളിച്ച് സംസാരിക്കുന്ന ഒരാളോ തെറി വിളിച്ച് സംസാരിക്കുന്ന ഒരാളോ ആണ് നമ്മളെ വിളിക്കുന്നത്. നമ്മൾ ആ ആറ്റിറ്റ്യൂഡിലായിരിക്കും തിരിച്ച് റിയാക്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മളെ ചേട്ടാന്ന് വിളിച്ച് സംസാരിക്കുന്ന ഒരാൾ, എന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ഇന്നലകളിൽ സംസാരിച്ചിട്ടുള്ള ഒരാൾ പെട്ടെന്ന് വിളിച്ചിട്ട് നീ കണ്ടോടാ ആകിലേ, ഞാൻ പൈസ കൊടുക്കുന്നത് നീ കണ്ടോടാ എന്നും പറഞ്ഞ് സംസാരിച്ചപ്പോൾ റിപ്പീറ്റ് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നീ എന്നെയാണോ വിളിച്ചത് അതോ ഇനി നമ്പർ മാറി അച്ഛൻ്റെ ഫോണിലോട്ടാണോ വിളിച്ചതെന്ന് ചോദിച്ചതാണ്. അത് ചോദിക്കാനുള്ള കാരണം ആക്ച്വലി അവിടെ അവനെയോ അവരെ വീട്ടുകാരെ ആക്ഷേപിക്കുക എന്നുള്ളതല്ല. ഇന്നലെ വരെ നമ്മുടെ അടുത്ത് സ്നേഹത്തോടെ സംസാരിച്ച, നമ്മളോട് ബഹുമാനത്തോടെ സംസാരിച്ച ഒരാൾ പെട്ടെന്ന് വളരെ മോശമായിട്ട് സംസാരിക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞ വീഡിയോയിൽ പറയാത്ത കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട്, അതാ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പൈസ കൊടുത്തു എന്ന വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. ഞാൻ 3 കാരണങ്ങളുണ്ടാകും. പിന്നെ ജിൻഡോ തൊപ്പിയുമായിട്ട് ഈ ലൈവ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നൊരു സംഭവം ഇങ്ങനെ. പക്ഷേ വിളിച്ചതിനെയാണോ വാപ്പയ്ക്ക് വിളിച്ചു സംസാരിച്ചത്? ഞാൻ ഇതാണ് ചോദിക്കുന്നത്. ഞാൻ ഒരാൾ നമ്മളെ വിളിച്ചിട്ട് നീ പറയടാ എന്ന് പറഞ്ഞ് ആവർത്തിച്ച് രാത്രിയിൽ പനിയാണെന്ന് പറഞ്ഞ് നമുക്ക് നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, തൊപ്പി എന്നെയാണോ വിളിച്ചത് അതോ നമ്പർ തെറ്റി അച്ഛനെയാണോ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് പെട്ടെന്ന് അപ്പനെ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ വീണ്ടും അതിനെ അങ്ങനെ വളച്ചൊടിച്ചു. ഇതിലെവിടെയാണ് റഷ്യൻ വിപ്ലവം കയറി വരുന്നത്? അതെന്ന് വെച്ചാൽ അപ്പോഴും ഞാൻ പറയുന്നുണ്ട്, തൊപ്പി എനിക്ക് നല്ല തൊണ്ടവേദനയുണ്ട്, ലൈവ് സംസാരിക്കാൻ പേടിയാണെന്നൊക്കെ പറഞ്ഞ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ അപ്പുറം ഇപ്പുറമുള്ള ആൾക്കാരുടെ സംസാരം കേട്ടപ്പോഴാണ് ഞാൻ ലക്ഷ്മി എടുത്ത് പറഞ്ഞത് യൂട്യൂബ് ഒന്ന് എടുത്തിട്ട് നോക്കാൻ പറഞ്ഞു. അപ്പം ലക്ഷ്മി എടുത്ത് നോക്കിയിട്ട് പറഞ്ഞ ഇങ്ങനെ കാണിച്ചു. ഞാൻ ഓക്കെ. അപ്പോഴാണ് അതിന് ഞാൻ അതുവരെ ഞാൻ ബെഡിൽ കിടന്നുകൊണ്ടാണ് സംസാരിച്ചത്. എന്നിട്ട് ഞാൻ എണീച്ച് ഞാൻ ഹാളിൽ പോയിരുന്നിട്ട് ഇവനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ അടുത്ത് ലൈവിൽ സംസാരിക്കാൻ പേടിയാണെന്ന്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ചിരിയല്ലാതെ എന്താ വരിക. ഞാനപ്പോൾ അവരോട് പറഞ്ഞു, എടാ എത്രയോ ചാനൽ ചർച്ചകളിൽ ലൈവിൽ സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതും തൊപ്പിയുടെ കണക്കുള്ള വിവരമില്ലാത്ത ആൾക്കാരുടെ അടുത്താണ് ഈ സംസാരിച്ചിട്ടുള്ളത്. ഞാൻ കാരശ്ശേരി മാഷുള്ള ചർച്ച, മറ്റേ രാഷ്ട്രീയത്തിൽ വലിയ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആൾക്കാരുള്ള ചർച്ച, ശ്രീജിത്ത് പണിക്കരും സന്ദീപ് വാര്യരെയും പോലുള്ള ആൾക്കാരുടെ ചർച്ച, അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലുള്ള ആൾക്കാരുടെ ചർച്ചകളിലൊക്കെ ഭാഗമായിട്ടുള്ള അവരുടെ അറിവിനൊപ്പം പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിട്ടുള്ള രീതി ചർച്ച ചെയ്തിട്ടുള്ള എന്നെ ലൈവിൽ സംസാരിക്കാൻ പേടിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ചിരി വന്നു. അപ്പം എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ 100 ദിവസത്തെ ബിഗ് ബോസ് ലൈവിൽ നിന്ന് സംസാരിച്ച ഒരാളല്ലേടാ തൊപ്പി, നിനക്ക് എന്നോട് ഏത് വിഷയത്തിൽ സംസാരിക്കാൻ പറ്റുമെന്ന് നീ പറയുന്നത്? നീ ഈ കടന്ന് കാണിക്കുന്ന രീതിയിലുള്ള വിഷയമാണോ ഞാൻ ഈ സംസാരിക്കുന്നത്? അപ്പോൾ ഉടനെ ഏത് വിഷയത്തിലും ഞാൻ സംസാരിക്കാതെ. അപ്പോൾ ഞാൻ കളിയാക്കി കൊണ്ട് പറഞ്ഞത്, എന്നാ പിന്നെ നീ റഷ്യ വിപ്ലവം സംസാരിക്കാൻ. പക്ഷേ ഈ സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞത് വന്നത് ആ രീതിക്കായിരുന്നു. പിന്നെ അല്ലാതെ എനിക്ക് ഇത് മറ്റേ പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം മിണ്ടരുതിന് ശേഷം ഇനി ഭരിക്കാൻ പോകുന്നത് റഷ്യൻ വിപ്ലവത്തെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. ഞാൻ അവൻ എൻ്റെ അടുത്ത് തർക്കിച്ചപ്പം ഞാൻ എന്നാ പിന്നെ അവനൊന്നും വേണ്ട, അവൻ എൻ്റെ അടുത്ത് ഗെയിമിങ്ങിൻ്റെ എന്തെങ്കിലും ABCD എനിക്കറിയത്തില്ല, എൻ്റെ ABCD എനിക്കറിയത്തില്ല. ഇപ്പോൾ മമ്മൂട്ടി പഴയ
സേതുരാമയ്യർ സിനിമയ്ക്കകത്തൊരു നിങ്ങളെ തോൽപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ വില കലൂര് തൊട്ട് അല്ല ഇന്ന അടുത്ത് ഒരു ദൂരം എന്തോന്ന് എനിക്കറിയില്ല എന്ന് പറയുന്ന കണക്ക്. എന്നിട്ട് ഞാൻ അടുത്ത് പറയുന്നുണ്ട്, തൊപ്പി നിനക്കറിയാവുന്ന നിരവധി കാര്യങ്ങളുണ്ട്, എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, എനിക്കറിയാവുന്ന വിഷയമുണ്ട്, അപ്പോൾ ആധികാരികമായിട്ട് കയറി എല്ലാ വിഷയവും സംസാരിക്കാതെ പറയരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത് ബാക്കി ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് അവനോട് തന്നെ. പിന്നെ അവന് മൈൽഡായി. പിന്നെ അതിനുശേഷം അവനും വളരെ തേർന്ന് സംസാരിച്ചു. ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് ഫസ്റ്റ് ഫോൺ കോൾ എൻഡ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ വിനുവിനെ വിളിച്ചിട്ട് വിനുവിനടുത്ത് ഞാൻ പറഞ്ഞു, വിനു ഈ കാര്യം പിന്നെ ക്ലാരിറ്റി ആണല്ലോ പോരാ. അപ്പം ഞാനവിടെ വിശ്വസിച്ചത് ഇപ്പം വിനു എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ വിനു തൊപ്പിയെയും കൊണ്ട് ജിൻഡോയെയും കൊണ്ട് തൊപ്പിയെടുത്ത് പോയിട്ടുള്ള ഒരാളാണ്, ജിൻഡോയുടെ PR ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ പറയുന്ന ഒരാളെ വാക്കിന് നമ്മളവിടെ വില കൊടുത്തതുകൊണ്ടാണ് അങ്ങനെ വോട്ട് ചോദിച്ചത്. തൊപ്പിക്ക് മറ്റൊരു ലക്ഷ്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ വിനു പറഞ്ഞു, അഖിലേട്ടാ അത് സംഭവം തൊപ്പി ജിൻഡോയെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ തൊപ്പി പറഞ്ഞിരുന്നത് ഫ്രീ ആയിട്ട് കൊണ്ടുവരണം. അത് തൊപ്പിയുടെ കൂടെ നിന്ന് അച്ചായനുമായിട്ടുള്ളൊരു സെറ്റിൽമെൻ്റ് ആയിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞത് ഇപ്പോൾ ബിഗ് ബോസ് വിന്നർക്ക് എങ്ങനെയായാലും ഒരു ഇൻ്റർവ്യൂവിന് ഒരു മിനിമം പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും, പ്രത്യേകിച്ച് സ്റ്റാർട്ടിങ് എക്സ്ക്ലൂസീവ് പോകുന്ന തൊപ്പിയുടെ. അപ്പോൾ തൊപ്പിയുടെ അവിടുത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ബിഗ് ബോസ് വിന്നറെ എക്സ്ക്ലൂസീവായിട്ട് തൊപ്പിയുടെ ലൈവിൽ കൊണ്ടുവരുമ്പോൾ തൊപ്പിക്കും റൂട്ടർ പ്ലാറ്റ്ഫോമും തമ്മിൽ ഉണ്ടാക്കിയ കോൺട്രാക്ട്, ആ റൂട്ടറിൽ നിന്ന് തൊപ്പിക്ക് കിട്ടുന്ന പൈസ ജിൻഡോയ്ക്ക് പകരം വിനു പറഞ്ഞത് ജിൻഡോയ്ക്ക് പൈസയൊന്നും കൊടുത്തിട്ടില്ല. ഇനി അതല്ല, ഇവർക്ക് ഈ വന്നു പോയത് ഈ പൈസ 8 ലക്ഷം രൂപ കൊടുത്തു. അപ്പോൾ അതിലെന്താ ശരിക്കും സത്യം? അവർ ഈ പറഞ്ഞ 8 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് വിളിച്ചുകൊണ്ട് വന്നിരുത്തി ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഇവർക്കുള്ള റിട്ടേൺ എന്താണ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ ഒരു വർഷം എത്ര രൂപ ഇൻകം ടാക്സ് അടയ്ക്കണം? ഇതെന്ത് നിസ്സാര കളിയാണോ ഈ പറഞ്ഞ സാമ്പത്തിക ഇടപാട്? ഇനി അങ്ങനെയല്ല, പൈസ കൊടുത്തിട്ടാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ബെനിഫിറ്റ് ഉണ്ട്. പൈസ കൊടുക്കാതിരുന്നിട്ടാണ് വന്നതെങ്കിൽ ഇവർ സ്വഭാവമായിട്ട് റീച്ച് വന്നേക്കാം. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് തന്നെ ഒരു അന്തർധാര സജീവമാണല്ലോ, ഒരു പാലം പരിപാടിയാണല്ലോ. അപ്പോൾ അവർക്ക് കിട്ടിയ നേട്ടം എന്തായിരിക്കും? ജിൻഡോയ്ക്ക് കിട്ടിയ നേട്ടം, ജിൻഡോയെ ജയിപ്പിക്കാൻ വേണ്ടി വോട്ട് പിടിച്ചില്ലേ, അത് തന്നെയാണോ കണക്ട് ചെയ്യുന്നത്? അതായത് സ്വാഭാവികമായിട്ടും ജിൻഡോ എടുത്ത് വിനു എന്താണ് പറയുക, ദാണ്ട ജിൻഡോ നിന്നെ ജയിപ്പിച്ചതിൽ ഇന്ന ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിൽ നമ്മൾ തൊപ്പിയുമായിട്ടൊരു ധാരണ വെച്ചിട്ടുണ്ടായിരുന്നു, തൊപ്പി നിനക്ക് വേണ്ടി വോട്ട് പിടിച്ചിട്ടുണ്ട്, അപ്പം ഈ ഒരു ഇന്റർവ്യൂവിൽ കൊടുക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും തൊപ്പിയുടെ ഇന്റർവ്യൂ അവിടെ ഉണ്ട്, തൊപ്പി വോട്ട് ചോദിച്ചാൽ വോട്ട് കിട്ടുമെന്നുള്ള ജിൻഡോയ്ക്കും അറിയാം. സ്വാധീനിക്കാൻ കഴിയാവുന്ന മിനിമം ഒരു 10,000. ഇപ്പം മാരാർ തന്നെ പറഞ്ഞതുകൊണ്ട് ഇപ്പം ഭയങ്കരമായിട്ട് മൈനറായിട്ടുള്ള ചെറിയ പിള്ളേരാണ് കൂടുതലും കണ്ടുകൊണ്ടിരിക്കുന്നത് ലൈവ്, അല്ലെങ്കിൽ കുറേ കൂടി ഫോളോവേഴ്സ് ആയിട്ടുള്ളതാണ്. ഇവർ എത്രത്തോളം ബിഗ് ബോസ് കാണുന്നുണ്ടായിരിക്കും. ഇപ്പോൾ പല വേറെ അതല്ലാതെ സായിപ്പ് പോലെയുള്ള കുറേ പേര് ലൈവ് ചെയ്യുന്നവർ പറയുന്നുണ്ട്, പിള്ളേർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, വേറെ പണിയില്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇത്രയും പേരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് വലിയൊരു വോട്ട് ശരിക്കും ഇവർക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെന്താ കാര്യം വെച്ചാൽ ഇപ്പോൾ തൊപ്പി വന്നിട്ട് യൂട്യൂബിൽ ഇന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്ക് തൊപ്പിയുടെ ഒരു ഇൻഫ്ലുവൻസിനെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം തൊപ്പിയെ അറിയാവുന്ന ആൾക്കാർ എന്നോട് പറഞ്ഞതാണ്, അഖിലേട്ടാ അങ്ങനല്ല, തൊപ്പി വിചാരിച്ചാൽ വോട്ട് വീഴും, തൊപ്പി കാര്യം പിള്ളേർ ഭയങ്കര മാഡായിട്ട് പൈസ അയച്ചു കൊടുത്തിട്ട് വാശിയൊക്കെ കാണിച്ചിട്ട് ചെയ്യുന്ന കുറേ പിള്ളേർ സെറ്റാണ് ഇതിനകത്തുള്ളത്. അപ്പം ഇവർ പോയിട്ട് ഇപ്പോൾ യൂട്യൂബിലൊക്കെ 0 സബ്സ്ക്രിപ്ഷൻസ് ഉള്ള ഒരു യൂട്യൂബ് ചാനലിന് ഇപ്പോൾ തൊപ്പി പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് 10,000, 15,000, 20,000 സബ്സ്ക്രിപ്ഷനൊക്കെ ഒറ്റയടിക്ക് കിട്ടും. അപ്പം പറഞ്ഞാൽ ഉടനെ അങ്ങനെ ലൈവിൽ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ബിഗിനേഴ്സൊക്കെ വരുന്ന സമയത്ത് ഈ പുറമെന്നുള്ള നോർത്ത് ഇന്ത്യൻസിനൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവർക്ക് ഇത്രത്തോളം റീച്ച് കിട്ടുന്ന സബ് കിട്ടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവിടെ പ്രൂവ്ഡ് ആണ്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല രോഹൻ, 10,000 വോട്ട് ബിഗ് ബോസിൽ ഭയങ്കര വലുതാണ്. ഇപ്പം ലാലേട്ടൻ തന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞു 38 ലക്ഷം വോട്ടാണ് ഒരു വീക്കിൽ കിട്ടിയ ഏറ്റവും വലിയ വോട്ടെന്ന് പറഞ്ഞു. അന്ന് 7 മത്സരാർത്ഥികളാണുള്ളത്. അപ്പോൾ 7 മത്സരാർത്ഥികളിൽ ഒരു വീക്കിൽ 6 ദിവസത്തെ വോട്ടിംഗ് എടുത്തു കഴിഞ്ഞാൽ 38 ലക്ഷം വോട്ടെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പെർ വീക്കിൽ 6.5 ലക്ഷം വോട്ട്, അല്ല പെർ ഡേയിൽ 6.5 ലക്ഷം വോട്ടാണ് ഒരു ദിവസത്തെ പല മത്സരാർത്ഥികൾക്കുമായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ആ 6.5 ലക്ഷം ഇല്ല, അപ്പം 2 ലക്ഷം വരുന്നുണ്ട്, ഏകദേശം 6 ലക്ഷം നമുക്ക് കൂട്ടാം. 636 എന്നൊരു ആവറേജ് കണക്കെടുക്കാം, 2 ലക്ഷത്തെ മാറ്റി വെച്ചാൽ. അപ്പം ഒരു ദിവസം 6 ലക്ഷം വോട്ടിനകത്ത് നിന്ന് 10% വോട്ട് കിട്ടിയ ഒരാൾ പോലും സർവൈവ് ആവുകയാണ് ആ വീക്കിൽ. അതായത് 60,000 വോട്ട് കിട്ടിയാൽ പെർ ഡേയിൽ. അപ്പോൾ ഒരാളെ സർവൈവ് ചെയ്യിക്കാൻ 10,000 വോട്ട് ധാരാളമാണ്. 10,000 വോട്ടെന്ന് പറയുന്നത് പെർസെൻറ്റേജ് വൈസ് 1.5% വോട്ടായി. അപ്പോൾ അത് 10,000 വോട്ട് കിട്ടിയാലും ഒരു ബിഗ് ബോസിൽ ഒരു മത്സരാർത്ഥി ഓരോ ദിവസം ഈ വോട്ട് റിപ്പീറ്റ് ചെയ്യുമല്ലേ. അപ്പോൾ ഒരു വീക്കിൽ 60,000 വോട്ട് എത്തിക്കാൻ പറ്റും. തൊപ്പി 3 ദിവസം എന്തോ മറ്റോ വോട്ട് പിടിച്ചിട്ടുള്ളൂ. പക്ഷേ ആ വോട്ട് ഇവർ തമ്മിലുള്ള വേരിയേഷൻസ് വളരെ കുറവായിരുന്നത് കൊണ്ട് ആ വോട്ട് വേണമെങ്കിൽ ഒരാളെ ജയിപ്പിക്കാം കൃത്യമായിട്ട്. പക്ഷേ അതിലെ തോൽവി സംഭവിച്ചപ്പോൾ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത മത്സരത്തിൽ തോറ്റപ്പോഴും അല്ലാത്ത എതിർകക്ഷി വിജയിച്ചപ്പോഴും കൃത്യമായിട്ട് ന്യായീകരിക്കാൻ നിൽക്കാത്തൊരു സംഭവം കണ്ടു. കൃത്യമായിട്ട് പറഞ്ഞത് വിൻ ചെയ്താണ്, അതിന് വലിയ ന്യായീകരിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു മാന്യത അവിടെ കണ്ടു. അപ്പോൾ അത്തരം പ്രതികരണങ്ങളോട് എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇന്നലെ രാത്രിയിൽ അവൻ തന്നെ വന്നിട്ട് എന്ത് വിധി ഇത് വല്ലാത്ത ചതി, അത് അവൻ തന്നെ യൂട്യൂബിലിട്ട് കേൾപ്പിച്ചിട്ട് എനിക്ക് രാത്രിയിൽ മെസ്സേജ് വെച്ചു. അപ്പം ഭയങ്കര നന്മയുള്ളവനാണ്.
അതാണ് എൻ്റെ സത്യം. അപ്പം വാശിയും വീറും, പിന്നെ പ്രത്യേകിച്ച് പുള്ളി ഗെയിം കളിക്കുന്ന ആളാണ്. അപ്പം ഗെയിമിലായതുകൊണ്ട് തന്നെ വാശിയുണ്ട്. കാരണം ഈ തോക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഭയങ്കര അവർക്ക് ഹേർട്ടാവുന്ന കാര്യമാണ്. അപ്പം അങ്ങനെ ഒരാൾക്ക് പെട്ടെന്ന് തോന്നിയ ഒരു വാശിയാകാം. പക്ഷേ അവനവിടെ പാളിപ്പോയൊരു പ്രശ്നം എന്ന് പറയുന്നത് ബിഗ് ബോസിൻ്റെ ഓഡിയൻസിനെയും കൂടെ ജഡ്ജ് ചെയ്യണമായിരുന്നു, ബിഗ് ബോസിന് ഷോയെ കൂടെ ജഡ്ജ് ചെയ്യണമായിരുന്നു. ഷോ കണ്ടിട്ടായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം വരത്തില്ലായിരുന്നു. അല്ലാതെ ഇപ്പോൾ ആരെങ്കിലും പറയുന്നത് കേട്ട് ഇപ്പം നമ്മുടെ ഈ പറയുന്ന ഷോയുമായി ബന്ധമില്ലാത്ത ഒരാൾ വന്ന് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പാടില്ല. ശരിക്കും ഈ അനുമോൾ വിന്നർ ആവണമെന്നുള്ള ആഗ്രഹമാണ് നടന്നത്, അല്ലെങ്കിൽ പരസ്യമായിട്ട് തൊപ്പി സംസാരിക്കേണ്ടായിരുന്നു. അഖിൽമാരാർ സപ്പോർട്ട് ചെയ്യുന്ന അനുമോൾ വിജയിക്കുന്നു, ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന അനീഷ് വിജയിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം എന്ന് പറയുന്നിടത്ത് ഒരു വാശി വരുന്നുണ്ട്, ഒരു ചലഞ്ച് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഈ വെല്ലുവിളിയുടെ ഭാഗമാണോ എന്തായാലും വിജയിച്ച് കാണാൻ തോന്നുന്നത്, അതോ അനുമോൾ ഡിസേർവിംഗ് ആയിരുന്നോ, എന്താ തോന്നുന്നത്? 100% അനുമോളെ ജനം ജയിപ്പിച്ചതാണ്. അവിടെ അഖിൽമാരാരുടെ ആകെ റോളെന്ന് പറയുന്നത് അപ്പം അനുമോൾക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ജനത്തിൻ്റെ ഇടയിലേക്ക് അനുമോൾക്ക് അനുകൂലമായ ചില വിഷയങ്ങളെ ഞാൻ അഡ്രസ്സ് ചെയ്തു. ഇപ്പം നെവിനും അനുമോളും തമ്മിലുള്ള ക്ലാഷസ്, പുറമേ നിന്ന് വന്ന ആൾക്കാരും അനുമോളും ഉണ്ടായ പ്രശ്നങ്ങൾ, അനുമോൾ അവിടെ ഒറ്റപ്പെട്ട് മറ്റുള്ളവരിൽ നിന്ന് ബുദ്ധിമുട്ടി കഴിയേണ്ടി വന്ന സമയത്ത് പ്രേക്ഷകരോട് ആ വിഷയങ്ങൾ ഞാൻ സംസാരിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ബിഗ് ബോസ് കാണുന്ന സംശയമുള്ള ചില ഓഡിയൻസ് ഉണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്ന് സംശയിച്ചിരിക്കുന്ന ഒരു വലിയ ഓഡിയൻസ് ഉണ്ട്. ആ ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് ഞാൻ വളരെ കൺവിൻസിംഗ്ലി പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവർക്കത് മനസ്സിലാവുന്നു. അപ്പം ഞാനിപ്പം അല്ല, നെവിനോട് എനിക്ക് വിരോധമൊന്നുമില്ല. ഇപ്പം അവിടെ വയ്യാതിരിക്കുന്ന അനുമോളെ നെവിൻ പോയി അനാവശ്യമായിട്ട് ഉപദ്രവിക്കുന്ന സമയത്ത് അത് ശരിയല്ല എന്ന് ഞാൻ പറയുമ്പോൾ ആ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പെൺകുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അവർ ഓട്ടോമാറ്റിക്കലി അനുമോളുടെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ അനുമോൾക്ക് സ്വാഭാവികമായിട്ടും ബിഗ് ബോസ് കണ്ട ഒരു ഓഡിയൻസിൻ്റെ ഇഷ്ടം പണ്ട് സ്റ്റാർ മാജിക്കിലൂടെയും ടമാർ പടാറിലൂടെയും അല്ലെങ്കിൽ അനുമോൾ പോകുന്നിടത്തും ബന്ധുക്കളെടുത്ത് സുഹൃത്തുക്കളിലൂടെയും ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സ്വാധീനമുണ്ടല്ലോ, ഇതെല്ലാം അനുമോൾക്ക് ഓട്ടായിട്ട് മാറും. ഇവിടെ അഖിൽമാരാർക്കും ഒരു വലിയ റോളുമില്ല. ഞാൻ വ്യക്തിപരമായിട്ട് പറയുന്നത് എനിക്കും വലിയ റോളൊന്നുമില്ല. വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ വിനുവിനും വലിയ റോളൊന്നുമില്ല. പക്ഷേ വിനുവിനും എനിക്കും ഞങ്ങൾ രണ്ടുപേരും ഇൻഡയറക്റ്റായിട്ട് ചെയ്ത കാര്യങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ ഹൗസിനുള്ളിൽ നടക്കുന്ന ഒരു കാര്യത്തിൻ്റെ 2 വശങ്ങളുണ്ടാവും. ഇതിൽ ഒരു വശം മാത്രം പുറത്ത് വന്നു കഴിഞ്ഞാൽ ഒരാൾ നെഗറ്റീവായി പോകും. അപ്പോൾ 2 വശവും പുറത്ത് വരണം. അപ്പോൾ ആ 2 വശവും പുറത്ത് കൊണ്ടുവരാൻ ഒരു PR-ന് പറ്റും. അതാണല്ലോ അയാളുടെ ജോലി. ശരിക്കും എന്ത് തോന്നുന്നു, അനുമോൾ കുറേയും കൂടിയും അവിടെ മികച്ച ഗെയിമർ ആയിരുന്നുകൊണ്ടാണോ വിജയിച്ചത്, അതല്ലെങ്കിൽ റീ എൻട്രിയിൽ സംഭവിച്ച കുറേ കോലാഹലങ്ങളുണ്ട്, അതായിരുന്നു കാരണം? അതല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ സംഭവിച്ച അഖിൽമാരാറും വിനു ഉൾപ്പെടെ നിൽക്കുന്ന എത്രത്തോളം ഒരു ക്യാമ്പയിൻ ഭാഗം ഏത് കുറേ കൂടി ഇതിനെ സ്ട്രോങ് ആക്കിയത് ഏതായിരുന്നു? അല്ല, അത് നമ്മുടെ ക്യാമ്പയിനെ കുറിച്ചൊന്നും ഞാൻ ഒരിക്കലും പറയുന്നത്. തൊപ്പി വലിയ മണ്ടത്തരം കാണിച്ചതാണ്. 2 ദിവസം ബിഗ് ബോസ് കാണാത്ത തൊപ്പി, അക്ബറിനെ അറിയത്തില്ലെന്ന് തൊപ്പി അക്ബറിന്റെ തന്നെ ഈവെന്റിൽ പോയി പറഞ്ഞു. സ്വാഭാവികമായിട്ടും ബിഗ് ബോസിലുള്ള അക്ബറിനെ പോലൊരു മത്സരാർത്ഥിയെ തൊപ്പിക്ക് അറിയത്തില്ല. പക്ഷെ അവസാന സമയത്ത് വന്നിട്ട് അനീഷിന് വോട്ട് പിടിക്കുമ്പോൾ അത് ഒരു ശരിയായ രീതിയല്ല. കാര്യം ബിഗ് ബോസ് നടക്കുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെയാണ്. അപ്പോൾ അതിനെ അട്ടിമറിക്കുന്നത് പോലെ ആയിപ്പോവും. ഇപ്പം എന്താ പറയുക, ഇപ്പം നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ മറ്റൊരാൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് പോലെ തന്നെയാണ് ബിഗ് ബോസിലെ വോട്ടിംഗ് സിസ്റ്റത്തെ ബിഗ് ബോസ് കാണാത്ത ഒരു വിഭാഗം ഓഡിയൻസിനെ കൊണ്ട് വോട്ട് ചെയ്യിക്കുന്നത്. ഇപ്പോൾ PR-നെ പറ്റി നമ്മൾ ഇത്രയും ആക്ഷേപം ഉന്നയിക്കുമ്പോൾ സമാനമായിട്ടുള്ള ഒരു ആക്ടാണ് അനീഷിന് വേണ്ടി വോട്ട് പിടിക്കുന്നത് തൊപ്പിയും ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ബിഗ് ബോസ് കാണുന്നില്ല. ഇപ്പോൾ വേണ്ടപ്പെട്ട ഒരാൾക്ക്, ഇപ്പോൾ അനുമോളുടെ സുഹൃത്തുക്കളായിട്ട് കുറേ പേര് മീഡിയ ഫീൽഡിലുണ്ടായിരിക്കാം, ഇവരൊന്നും തിരക്കുകൊണ്ട് ചിലപ്പോൾ ഷോ കാണുന്നുണ്ടാവില്ല. പക്ഷെ നമുക്ക് പ്രിയപ്പെട്ട ഒരു മത്സരത്തിന് വേണ്ടി വോട്ട് ചോദിക്കാം, അതിൽ തെറ്റില്ലല്ലോ. ഞാൻ ആ വീഡിയോയിൽ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. നമ്മൾ ആർക്കെങ്കിലും അനുകൂലമായിട്ട് വോട്ട് ചോദിക്കണമെങ്കിൽ അതിന് 3 കാരണങ്ങളുണ്ടാവും. അതിൽ ഒന്നാമത്തെ കാരണം നമുക്ക് നേരിട്ട് അറിയാവുന്ന ഒരാളോ സുഹൃത്തോ എന്ന നിലയിൽ നമ്മൾ വോട്ട് ചോദിക്കാം. 2 എന്ന് പറയുന്നത് ഷോ കണ്ട് നമ്മൾ ആ മത്സരാർത്ഥിയെ ഇഷ്ടപ്പെട്ട് വോട്ട് എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ബെനിഫിറ്റ്. ഇതിൽ ഏത് കാരണം കൊണ്ടാണ് തൊപ്പി അനീഷിന് വോട്ട് ചോദിച്ചത് എന്നുള്ളത് പ്രേക്ഷകർ മനസ്സിലാക്കുക. ഇനി ഈ ഒരു കാരണമൊന്നും അല്ലാതെ മറ്റൊരു കാരണമാണെങ്കിൽ എല്ലാവർക്കും PR ഉണ്ടെന്നും ഒരാളിലേക്ക് മാത്രം PR ആക്ഷേപം ചുരുക്കരുതെന്നുമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ അവിടെയും അനുമോളെ ന്യായീകരിക്കാൻ വന്നതല്ല. ഒരാളിലേക്ക് മാത്രം ഒരു ആക്ഷേപം ചുരുക്കുകയും വേറെ എല്ലാവരും സേഫായിട്ടിരിക്കുക, ഇതെല്ലാവർക്കും ഈ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം പിന്നെ എന്തിനാണ് ഒരാളെ മാത്രം ആക്ഷേപിക്കുന്നത്? അയാൾ ഇപ്പം ഫസ്റ്റ് വീക്കിൽ എനിക്ക് തോന്നുന്നു അനുമോൾ വോട്ടിങ്ങിൽ ലീഡിലാണ്. ഈ ഫസ്റ്റ് വീക്കിൽ എവിടെ നിന്നാണ് വോട്ട് വരുന്നത്? അപ്പോൾ ഇന്നലകളിൽ അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നല്ലേ. രേണു സുധിക്ക് 22% വോട്ടുണ്ടായിരുന്നു ആദ്യത്തെ വീക്കിൽ. രേണു സുധി ബിഗ് ബോസിൽ എന്തെങ്കിലും ചെയ്തിട്ടാണോ ഇത്ര വോട്ട് വന്നത്? അല്ല. പക്ഷേ അതേസമയം ഗ്രാജുവലി അത് കുറഞ്ഞു. രേണുസുതി എവിക്റ്റ് ആവുന്ന വീക്കിൽ 4.2% വോട്ടായി. അപ്പോൾ 22% വോട്ടിൽ നിന്ന് 4.2% താഴ്ന്നപ്പോൾ അനുമോൾ 28%, 29% വോട്ടെന്നുള്ളത് നിലനിർത്തി, അത് മെയിൻറ്റെയിൻ ചെയ്തു. അത് കാര്യം അനുമോൾ അവിടെ കൊടുത്ത കണ്ടന്റാണ്. അത് ഏറ്റവും അവസാനം എത്തിയപ്പോഴത്തേക്ക് അനീഷും അനുമോളും തമ്മിലുള്ളൊരു ഫൈറ്റായിട്ട് ഫിനാലെ മാറുമ്പോൾ അവിടെ അനുമോളെ രക്ഷിച്ചത് ഈ റീ എൻട്രി ചെയ്ത വിഡ്ഢികളാണ്. എല്ലാവരും അല്ല. അതിലിപ്പം ലക്ഷ്മി ആയാലും മസ്താനി ആയാലും ഇവരൊക്കെ വളരെ അജീഷിന് ഇങ്ങനെയൊക്കെ വളരെ കുറച്ച് പേർ
മികച്ച രീതിയിൽ തങ്ങളെ റീ എൻട്രി പൂർത്തിയാക്കി പുറത്ത് വന്ന സമയത്ത് ആരൊക്കെയായിരുന്നു, ബിൻസി, ശൈത്യ, അല്ലെങ്കിൽ ഇവർ പോയി അവരുടെ ഇവൻ അപ്പാനി ഉൾപ്പെടെ ഒന്നുള്ളവർക്ക് പറ്റുന്ന മിസ്റ്റേക്ക്, ആവശ്യമില്ലാത്തൊരു ആരോപണം വീണ്ടും ജനത്തിൻ്റെ മുന്നിലേക്ക് എടുത്തിട്ട് കൊടുക്കുകയാണ്. ശരിക്കും റീ എൻട്രിയിൽ മത്സരാർത്ഥികൾ വരുന്ന സമയത്ത് ഈ പലപ്പോഴും നമ്മൾ കോളേജിൽ ക്യാമ്പസിൽ റീയൂണിയൻ വരുന്ന പോലെയൊക്കെയാണ്. പിന്നെ അവിടെ നിന്ന് നമ്മുടെ ഫെയർവെല്ലിൻ്റെ പരിപാടികളാണ് നമുക്ക് കിട്ടുന്നത്. ശരിക്കും രണ്ടാമത്തെ വരവിൽ മത്സരാർത്ഥികളാവേണ്ടതുണ്ടോ ശരിക്കും ആളുകൾ? അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം ഗസ്റ്റായിട്ട് പോകുന്നവർ പോലും അവിടെ ഗെയിം കളിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമുക്ക് 50 ലക്ഷം കിട്ടുന്നില്ല. നമ്മൾക്ക് 2 ദിവസം ശമ്പളം മേടിച്ചിട്ടായിരിക്കും നമ്മൾ ചിലപ്പം ഗസ്റ്റായിട്ട് പോകുന്നത്. ഇപ്പം വെളി കാണുന്ന ആൾക്കാർ വിചാരിക്കാം ഈ ഗസ്റ്റ് കയറി അങ്ങനെ ചെയ്താലെന്താ ഇങ്ങനെ ചെയ്താലെന്താണ്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. കാര്യം നമ്മൾ അവിടെ കളിക്കുന്നവരല്ല, കളി കാണാൻ പോകുന്നവരാണ്. പിന്നെ ജനത്തിന് വേണ്ടിയിട്ട് ആ ഗെയിമിൽ എന്തെങ്കിലും ഒരു ചേഞ്ചൊക്കെ വരുത്താൻ വേണ്ടിയിട്ടുള്ള ആക്ട് ചെയ്യുക. അതേ കണക്ക് ഇവർക്ക് ചെയ്യാം. നിശബ്ദമായ രീതിയിൽ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വിടുന്നതിന് പകരം സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കയറുമ്പോൾ ഇനിയൊരു 50 ദിവസം കൂടെ ബിഗ് ബോസിൽ നിന്ന് ഗെയിം കളിച്ചിറങ്ങി വരുന്ന ഒരു മനോഭാവത്തിൽ നിന്ന് ഡയറക്റ്റ് ഫിനാലെ ടോപ്പ് 5 കയറാൻ പറ്റും എന്നുള്ള തരത്തിലേക്ക് അത് ഇവർക്ക് പറ്റിയ പാളിച്ച, ഞങ്ങൾ എന്തോ സംഭവമാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഇവരൊരു ശ്രമം നടത്തി. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനത്തിന് തൊട്ടും വർക്കായിട്ടില്ല. അത് ഇവർക്ക് കൂടുതൽ നെഗറ്റീവായിട്ട് മാറി. നെഗറ്റീവ് ഇമേജ് മാറ്റാൻ വേണ്ടി അകത്ത് കയറി അതിനെക്കാട്ടിയും വലിയ നെഗറ്റീവായിട്ട് ഇവരെല്ലാം പുറത്തേക്ക് വരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സാധാരണ ഏത് സീസൺ എടുത്താലും ഏറ്റവും അവസാനം കാണുന്ന എല്ലാവരെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടാവും. കാര്യമല്ല, ഞങ്ങളുടെ സീസണിലൊക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു ഓരോ എൻട്രിയും. ഇത് ആൾക്കാർക്ക് പ്രാന്തായിരുന്നു. ഇതുങ്ങളെ എങ്ങനെയെങ്കിലും ഇറക്കി വിട്. എനിക്ക് തന്നെ ഒരുപാട് ഒരു മെസ്സേജ് ഏഷ്യാറ്റിൽ ഒന്ന് പറഞ്ഞിട്ട് ഈ പുള്ളികളെല്ലാം പറഞ്ഞുവിടും, എന്തിനാണ് ഇതിനെയൊക്കെ അവിടെ അത്രയും നാൾ അട്ടി അടിച്ചിട്ടേക്കുന്നത്. കാരണം ഇത്രയും ദിവസം ആരും നിന്നിട്ടുമില്ലല്ലോ. റീ എൻട്രി ഏറ്റവും കൂടുതൽ ഈ സീസണിലായിരുന്നു. കാര്യം കണ്ടന്റ് ഉണ്ട് സംഭവം. പക്ഷേ കണ്ടന്റ് എന്ന് പറയുന്നത് അനുമോൾക്ക് അനുകൂലമായി കൊണ്ടേയിരുന്നു. അതായത് എതിർക്കുന്ന സമയത്ത് ഇപ്പോൾ വിനു തന്നെ മുമ്പ് ഇൻ്റർവ്യൂവിൽ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ പലപ്പോഴും എന്നുള്ള രീതിയിലേക്ക് ഒറ്റപ്പെടുത്താൻ നോക്കുമോ, ഒറ്റപ്പെടുത്തുന്നവർക്ക് ജനത്തിൻ്റെ പിന്തുണ വരൂ എന്നുള്ളത്. അപ്പോൾ ഇത് ബോധപൂർവമായ ശ്രമമോ അല്ലാതെയോ ഈ കണ്ടസ്റ്റൻസ് പൊതുവേ തിരിഞ്ഞ സമയത്ത് ഇതെങ്ങോട്ട് വോട്ടായിട്ട് മാറി എന്ന് തോന്നുന്നുണ്ടോ? ഇവർ ചിന്തിച്ചത് എന്താണെന്നറിയാമോ? ഇവർ അനുമോളെ നെഗറ്റീവാക്കി പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അനുമോൾ ഒരു ഫ്രോഡാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പോയത്. അതായിരുന്നു ഇവരുടെ ഉദ്ദേശം. പക്ഷേ ഇവർക്ക് എന്താ പറയുന്നത്, ഇവർ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ നിന്നപ്പോൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഇവർക്ക് ഓർമ്മയില്ല. ഇപ്പം ഇതിൻ്റെ എവിക്ഷൻ വന്ന സമയത്ത് വോട്ടിങ് കാണിച്ച സമയത്ത് 1.3%, 1.5% വോട്ടൊക്കെ കിട്ടിയിട്ടാണ് ഇവർ പുറത്തായത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ജനങ്ങൾക്ക് തീരെ താല്പര്യമില്ലാത്ത ഗതികെട്ടെടുത്ത് പുറത്ത് കളയുന്ന രീതിയിലാണ് ഇവരെ വോട്ട് ചെയ്ത് വെളിയിൽ കളഞ്ഞേക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഗതികെട്ട വോട്ടിംഗ് പെർസെൻറ്റേജിൽ പുറത്തായിട്ടുള്ള മത്സരാർത്ഥികൾ ചിലപ്പോൾ വേറൊരു സീസണിലും കാണത്തില്ല. ഈ പലപ്പോഴും ഇങ്ങനെയാവാം, ഒരുപക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് എന്താണ് ജനങ്ങളുടെ സൈഡിൽ നിന്നുള്ള പ്രേക്ഷകരുടെ സൈഡിൽ നിന്നുള്ള ഒരു പ്രതികരണം വന്ന് അതിനൊരു ക്ലാരിറ്റി അതേ വേദിയിൽ തന്നെ കൊടുക്കണമെന്നും ചിലപ്പോൾ ചിന്തിക്കാം. പ്രത്യേകിച്ച് എന്നുള്ള രീതിയിലേക്ക് PR ഇഷ്യൂസ് പുറത്തു വന്നിട്ടുണ്ടെങ്കിലും അവർക്ക് നേരിടേണ്ടുള്ള സൈബർ ആക്രമണങ്ങളെ കുറിച്ചിട്ടാണെങ്കിൽ പോലും അത് അതേ വേദിയിൽ ഒരുപക്ഷെ നമ്മൾ പറയും ഒരാളുടെ ചെവിയിലൂടെ മറ്റുള്ളിലേക്ക് എത്തുന്നതും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന അതേ വേദിയിൽ തന്നെ ഒരു കുറച്ചുകൂടെ ക്ലാരിറ്റി കൊടുക്കുന്ന നല്ലതായിരിക്കും തോന്നിക്കാണാം. പക്ഷെ പലപ്പോഴും ആ ചിന്തകൾക്ക് അപ്പുറത്തേക്ക് പ്രതീക്ഷിക്കുന്ന ലെവലിൽ ചിലപ്പോൾ പോകുന്നുണ്ടാവുക. അപ്പോൾ വളരെ ഈസി അല്ലായിരുന്നു. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ശൈത്യയ്ക്ക് പുറത്ത് കേൾക്കേണ്ടി വന്നൊരു ആരോപണം അനുമോളെ സുഹൃത്തായി കൂടെ നിന്നിട്ട് പിന്നിൽ നിന്ന് ആക്രമിച്ചു എന്നൊരു ആരോപണമാണ് കേൾക്കേണ്ടി വന്നത്. അപ്പോൾ അകത്ത് കയറി മാറ്റാൻ വളരെ ഈസിയാണ്. അനുമോളോട് വളരെ സ്നേഹത്തോട് സഹകരിക്കുക. എടി അങ്ങ് ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, നീ അത് കാര്യമൊന്നും ആക്കണ്ട, ഞാനങ്ങനെ അറിഞ്ഞുകൊണ്ട് ചെയ്തതൊന്നുമല്ല, പിന്നെ ഈ ഹൗസിലെ ടെൻഷൻ്റെ ഒക്കെ ഇടയ്ക്ക് പറ്റിപ്പോയതാണ്, ഏതെങ്കിലും രീതിയിൽ നിനക്കൊരു വിഷമം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീ അത് മറന്നു കളയണേ. അതിൽ ഓഡിയൻസിനോടും പറയുക, അത് അന്ന് നിന്ന സമയത്ത് ഗെയിമിൻ്റെ ഭാഗമായിട്ടൊക്കെ പറ്റിപ്പോയതാണ്, എനിക്ക് അങ്ങനെ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തതൊന്നുമല്ല. ഇപ്പം നീ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്, നീ എന്തായാലും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, ടോപ്പ് 5 വരട്ടെ, ഞാനും പ്രാർത്ഥിക്കാടി നിനക്ക് വേണ്ടിയിട്ട്, അപ്പം പ്രാർത്ഥിക്കാനല്ലേ എനിക്ക് പറ്റൂ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾക്ക് അനുകൂലമാവുന്നതിനെ ഈ പറയുന്ന അനുമോൾക്ക് ഇപ്പോൾ വന്ന ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, ഏതാ ശൈത്യ വന്ന് പറഞ്ഞ നെഗറ്റീവുമ്പം ശൈത്യന് കൂടുതൽ നെഗറ്റീവ് ആകുന്നു, അനുമോൾക്ക് കൂടുതൽ അനുകൂലമാകുന്നു. അവിടെ ശൈത്യ വന്ന് സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് പുറമേ നിന്നുള്ള ആൾക്കാർ ഓട്ടോമാറ്റിക്കലി സുഹൃത്തിനെ ചതിച്ച കട്ടപ്പയായിട്ട് പറയത്തില്ല, സുഹൃത്തിനൊപ്പം നിന്ന് മാനസിക ധൈര്യം കൊടുത്ത് ഫിനാനയിൽ ധൈര്യം കൊടുത്ത ഒരു നല്ല സുഹൃത്തായിട്ട് ശൈത്യ അവിടെ കാണും. ഇതിപ്പോൾ അനുമോളുടെ ഏറ്റവും വലിയ PR റീ എൻട്രിയിൽ വന്ന കണ്ടസ്റ്റൻസ് രീതിയിലേക്ക് മാറിയ സംഭവം അത് ഞാൻ എപ്പോഴും ഇതെന്താന്ന് വെച്ചാൽ, ഇപ്പം ഇവിടെ എല്ലാ ആൾക്കാരുടെയും ധാരണ ബിഗ് ബോസിൽ പോയി ഭയങ്കരമായിട്ട് പെർഫോം ചെയ്ത് സംസാരിച്ച് ബഹളം വെച്ച് കോണ്ടന്റ് കൊടുക്കുമ്പോൾ മാത്രമേ ഇവർക്ക് ജനങ്ങൾക്കിടയിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ എന്നൊരു ധാരണ ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് ജിൻഡോയും അനുമോളും. ഈ 2 പേരും ജയിച്ച 2 വ്യത്യസ്ത രീതിയിലാണ്. വേറൊരു രീതിയിലാണ് ഞാൻ ജയിച്ചത്. അതാണ് ബിഗ് ബോസിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ ചിലപ്പം ടാസ്കിൽ പലതിലും വിൻ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 4 ആഴ്ചയിൽ 2 പ്രാവശ്യം ഞാൻ ക്യാപ്റ്റനായി പല ടാസ്കിലും ഞാൻ പെർഫോം ചെയ്തു. പക്ഷേ എൻ്റെ സീസണിൽ ഏറ്റവും കൂടുതൽ ടാസ്കിലും വിജയിച്ചിട്ടുള്ള ഒരാൾ ഞാനായിരിക്കാം. ഞാൻ നന്നായി സംസാരിച്ചു, ഞാൻ അടിയുണ്ടാക്കി, ഞാൻ തമാശ, ഇതെല്ലാം ഞാൻ ചെയ്തു.
ആ എന്നെയും ജനത്തിന് ഇഷ്ടപ്പെട്ടു. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലൊരു നന്മയുണ്ടായതുകൊണ്ടാണ്. ഞാൻ ഇതെല്ലാം ചെയ്തിട്ട് ഞാനൊരു കൊള്ളരുതാത്തവനാണെന്നുണ്ടെങ്കിൽ ജനം എന്നെ ഏടായാലും തടുപ്പിക്കത്തില്ല. ഇതിനകത്ത് അൾട്ടിമേറ്റ്ലി ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പ്രേക്ഷകർ ഒരാളുടെ മനസ്സിൻ്റെ നന്മയാണ് ആദ്യം നോക്കുന്നത്. ഈ മനസ്സിൻ്റെ നന്മ പ്രേക്ഷകർക്ക് കിട്ടാനുണ്ടാവുന്ന കാരണം വേറെ 3 പേർ ചേർപ്പം നമുക്ക് 2 രീതിയിൽ നന്മ ഉണ്ടാവും. ഒന്നെന്ന് പറയുന്നത് ഞാൻ ഒരാളോട് നല്ല രീതിയിൽ പെരുമാറുമ്പോൾ ഞാനൊരു നന്മയുള്ള വ്യക്തിയായിട്ട് മാറും. ഞാൻ എല്ലാവരെയും ചേർത്ത് പിടിച്ചാലും ഞാൻ നന്മയുള്ളവരായിട്ട് മാറും. ഞാൻ എനിക്കുള്ളത് വീതിച്ചു കൊടുത്താലും ഞാൻ നന്മയുള്ളവരായിട്ട് മാറും. അതേസമയം ഓപ്പോസിറ്റൊരു 3 പേർ വളരെ നെഗറ്റീവായിട്ട് എൻ്റെ അടുത്ത് പെരുമാറുമ്പോൾ ആ നെഗറ്റിവിറ്റി എനിക്ക് പോസിറ്റിവിറ്റി ആയിട്ട് മാറും. എനിക്ക് പ്രത്യേകിച്ച് നല്ലൊന്നും കാണത്തൊന്നുമില്ല. പക്ഷെ അവരെ നെഗറ്റിവിറ്റിയെ ആൾക്കാർ വിചാരിക്കും എന്നാ പിന്നെ മറ്റൊരാൾ കൊടുത്തേക്കാം. ഇത് ഞാനിത് പറയാൻ കാര്യം, കഴിഞ്ഞ ഈ ഫിനാലെ വീക്കിൽ എനിക്ക് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്ന സമയത്ത് പലരും പറയുന്നുണ്ട് ഞങ്ങൾ ബിഗ് ബോസ് ഒന്നും അധികം കണ്ടിട്ടില്ല, പക്ഷേ ഈ അടുത്ത സമയത്ത് അനുമോൾക്കെതിരെ നടത്തേക്കുന്ന കുറേ അറ്റാക്കുകളുണ്ട്, കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. ഞാൻ ഫാമിലിയിൽ വിളിച്ച് പറഞ്ഞു അനുമോൾ കോട്ട് കൊടുക്കണം, പുറത്തുള്ളവരൊക്കെ മെസ്സേജ് അയച്ചേക്കുന്നത്. അപ്പം അങ്ങനൊരു തോന്നൽ ഇപ്പം അനീഷിനെ സംബന്ധിച്ച് അനീഷ് തുടക്കം മുതൽ ഇപ്പോൾ കോമണർ എന്ന് അനീഷിനെ എടുത്ത് ആവർത്തിച്ച് ഉപയോഗിക്കുന്നതിനോടോ സാധാരണക്കാരൻ്റെ പ്രതിനിധി എന്ന് പറയുന്നതിനോടോ എനിക്ക് അന്നും യോജിപ്പില്ല, ഇന്നും യോജിപ്പില്ല. അപ്പം അനീഷ് ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ അനീഷ് തുടക്കം മുതൽ ജനങ്ങൾക്കിടയിൽ ഒരു ശ്രദ്ധ കിട്ടി. പക്ഷെ ആ ഗ്രാഫ് ഉയർത്താൻ അനീഷിന് കഴിഞ്ഞില്ല. അവിടെയാണ് അനീഷിന് പാളിപ്പോയത്. എൻ്റെ കേരളം എൻ്റെ റിട്ടയർമെന്റ് പാലക്കാട്ടിലെ അനന്ത ലിവിങ്ങിനൊപ്പം.